ഹലോ, ഇതെന്താന്നല്ലേ? ഇന്നലെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന ഒരു പാവം പടവലങ്ങയാണ്. അപ്പം ഇതിനെ ഒരു തോരനാക്കിയാലോ? അപ്പോൾ പടവലങ്ങ, ഒരു സവാള, 2-3 പച്ചമുളക്, 2-3 വെളുത്തുള്ളി അല്ലി. അതിനെ ഇതാ ഇങ്ങനെ കുനുകുന അരിയണം കേട്ടോ. ഇതാ അരിഞ്ഞത് റെഡി ആയിട്ടുണ്ടേ. ഇതാണ് ഇതിലെ സർപ്രൈസ് ഇൻഗ്രീഡിയൻറ്റ്, ഒരു കോഴിമുട്ട. പാൻ ചൂടാവാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. ഇവിടെ ഞാൻ ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി തോരൻ ആവശ്യമായിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് ഒരു 7 മിനിറ്റോളം ഇത് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്ക് നമുക്ക് ഇത് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. എനിക്ക് പൊതുവെ പടവലങ്ങ തീരെ ഇഷ്ടമല്ലാത്തൊരു വെജിറ്റബിൾ ആയിരുന്നു കേട്ടോ. ബട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന് നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ദാ ഇത് മൂടി വെച്ച് വേവിച്ചു. ഇനി ഞാനൊരു കുഴി ഉണ്ടാക്കി അതിൽ ഒരു മുട്ട ആഡ് ചെയ്യാൻ പോവാണ്. ഇനി ഈ മുട്ട ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. മുട്ട ചേർത്ത് കഴിഞ്ഞൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ സ്വാദിഷ്ടമായ പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്